എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇത് കുറേ ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആണ് ട്ടാ. എല്ലാവരും ചോദിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും പിന്നെ ഈ വീഡിയോ എടുത്ത് സെറ്റ് ചെയ്ത് എടുത്തേക്കണത് ട്ടാ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും എന്തൊക്കെയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ വീഡിയോ ഒന്ന് ഇട്ടേക്കാന്ന് ട്ടാ. ഈ വീഡിയോയുടെ ഷോർട്ട് വീഡിയോ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇത് എന്തായിരിക്കും വീഡിയോ എന്ന്. എന്നാലും നമുക്കൊന്ന് ഇട്ടേക്കാല്ലേ. അപ്പൊ ദേ നമ്മളിന്ന് വലിയ കാര്യമായിട്ട് പാചകമൊന്നും ഇല്ല ട്ടാ. ഇന്ന് രാവിലെ ഒരു കട്ടൻ ചായ വെച്ച് കുടിച്ചു. പിന്നെ കുറച്ച് തണുത്ത ചോറുണ്ട്. അതൊക്കെ വാരി തിന്നേക്കാം. ഇനി വലിയ കാര്യമായിട്ട് പാചകത്തിന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ ദേ ഏട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഏട്ടന് രാവിലെ തന്നെ കുറച്ച് കട്ടൻ ചായയൊക്കെ വെച്ച് കൊടുത്തു. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇന്ന് രാവിലത്തേക്ക് നമുക്ക് കഴിക്കാൻ ചോറുണ്ടല്ലോ, ഉച്ചത്തേക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. ഇനി നമ്മൾ അടുക്കളയിൽ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊന്നും നടക്കില്ല. അപ്പൊ നമ്മള് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഏട്ടൻ ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു ട്ടോ. നമുക്ക് ഇവിടം തൊട്ട് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്ത് ചെടിയുടെ ഉള്ളിൽ നിന്ന് ഒരു കിളി പറന്നു പോണ് കണ്ടു. ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ അതില് 2 കിളിക്കുട്ടികൾ ഇരിക്കുന്നു ട്ടാ. അപ്പൊ ദേ ഇവര് കുറെ ദിവസമായിട്ട് ഇവിടെ താമസമായിരുന്നു. ദേ മുട്ടയൊക്കെ വിരിഞ്ഞ് 2 കിളിക്കുട്ടികൾ ഉണ്ട് അതിന്റെ ഉള്ളില്. അപ്പൊ നമുക്ക് അവരെ ശല്യം ചെയ്യാണ്ട് വേണം നമ്മുടെ പണികൾ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അപ്പൊ ദേ നമ്മളുടെ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം. ഇപ്പൊ കുറെ നാളുകളായിട്ട് പാമ്പുകളുടെ ശല്യം ഒന്നും മാത്രമാണ് എവിടെ നോക്കിയാലും കേൾക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ഈ കാടൊക്കെ ഒന്ന് വെട്ടി തെളിക്കാന്ന് വിചാരിച്ചു. ഇതുവരെയായിട്ട് നമ്മുടെ ഇവിടെ ഒരു പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോ നമുക്കൊരു പേടി. എവിടെ നോക്കിയാലും ഈ വാർത്തയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ കാടൊക്കെ ഒന്ന് വെട്ടി തെളിക്കാന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ. അപ്പൊ പുല്ല് വെട്ടാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ ഏട്ടൻ ആ സൈഡിലുള്ള ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുല്ല് വെട്ടാനായിട്ട് എളുപ്പമുണ്ട്. അപ്പൊ ആ സൈഡിലത്തെ ചെടിച്ചട്ടികളൊക്കെ മാറ്റി വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ റോഡ് സൈഡിൽ നിറയെ കോളാമ്പി ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വല്ലാണ്ട് അങ്ങ് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് വെട്ടിക്കളയാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിപ്പോ കുറെ നാളായിട്ട് തിരക്ക് പിടിച്ചിട്ടുള്ള ഈ ഓട്ടത്തിന്റെ ഇടയിൽ ചെടികളൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിത്തോട്ടത്തിനുള്ളിൽ നിറയെ പുല്ലാണ് കേട്ടോ. നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഈ പുല്ലൊക്കെ വെട്ടി ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ ഇത്തിരി നേരം വൈകി പോയി. നമ്മൾ വെട്ടാനായിട്ട് ആ ചേട്ടനെ വിളിച്ചപ്പോ ആ ചേട്ടന് ഒഴിവുണ്ടായില്ല. പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് നീണ്ടുപോയി. ഇപ്പോഴാണ് അതിനൊരു സമയം ഒത്തു വന്നത് കേട്ടോ. നമ്മളുടെ ഗാർഡൻ സെറ്റിങ്ങിന്റെ ലോങ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് ഇടണ്ടേ അല്ലേ. നമ്മളുടെ ഈ പുല്ല് വെട്ടിയപ്പോ ഈ ചെടിയില് എന്ത് മരുന്നൊക്കെയാണ് അടിക്കണേന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെതലിന്റെ മരുന്ന് എന്താണ്, അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു തരാട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ ചെടിത്തോട്ടം വൃത്തിയാക്കുമ്പോ ഒന്നെങ്കിൽ അച്ഛനോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ വേറെ ആളെ പണിക്കൊക്കെ നിർത്തുക ചെയ്യാറ്. ഈ പ്രാവശ്യം എന്തായാലും ഏട്ടൻ എന്നെ സഹായിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം സഹായിക്കാൻ ആളുണ്ട് കേട്ടോ. പിന്നെ ഈ പുല്ലൊക്കെ വാരിക്കൊണ്ട് കളയാന്ന് പറയണത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പുല്ല് മെഷീൻ വെച്ച് അടിക്കുമ്പോ കുറച്ച് സമയം കൊണ്ട് അടിച്ചു കഴിയും. നമ്മുടെ 2 സൈഡിലും പുല്ല് നട്ടിട്ടുണ്ട്. നമ്മളത് പെട്ടെന്ന് തന്നെ അടിച്ചു കഴിയും. പക്ഷെ അത് വൃത്തിയാക്കിയിട്ട് വീണ്ടും നമ്മൾ ആ ചെടിത്തോട്ടത്തിനുള്ളിൽ ആ ചെടികൾ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ കടലാസ് റോസയൊക്കെ ഉണ്ടല്ലോ വല്ലാണ്ട് അങ്ങോട്ട് വളർന്നു. അപ്പൊ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ കുറച്ചു നാളായിട്ട് ചെടി നനയ്ക്കലില്ല. ഏട്ടനാണ് ചെടി നനയ്ക്കലൊക്കെ ഏറ്റെടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങാറേ ഇല്ല ട്ടോ. വലിയ കാര്യമായിട്ട് ചെറുതായിട്ടൊന്ന് നോക്കി പോകുന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് വലിയ കാര്യമായിട്ട് തൃപ്തിയൊന്നുമല്ല ഏട്ടൻ നനയ്ക്കണത്. എന്നാലും എനിക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടുന്നില്ല. അപ്പൊ ഏട്ടനെ ഏൽപ്പിച്ചേക്കുമായിരുന്നു. അപ്പൊ ഏട്ടൻ എപ്പോഴും പറയും ഈ ചെടിയുടെ ഉള്ളിൽ കൂടെ നടക്കുമ്പോ എനിക്ക് പേടിയാവാണ്, ഇതിനുള്ളിൽ വല്ല പാമ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ വല്ലാണ്ട് അങ്ങ് പുല്ല് വളർന്നു. പിന്നെ എവിടെ നോക്കിയാലും ഇപ്പൊ പാമ്പിന്റെ ശല്യാണെന്നേ ഉള്ളൂ വാർത്തയില്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് വെട്ടിയേക്കാന്ന് വിചാരിച്ചു ട്ടോ. പക്ഷെ ഇത്രയും പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി വന്നപ്പോഴും നമ്മളൊരു പാമ്പിനെ പോലും ഇവിടെ കണ്ടിട്ടില്ല ട്ടോ. അതിനൊരു കാരണം കൂടി ഉണ്ട് ട്ടോ. ഞാൻ ഇവിടെ ചെതലിന്റെ മരുന്ന് ഈ പുല്ലിൽ എപ്പോഴും അടിച്ചു കൊടുക്കും. വീടിന്റെ പരിസരത്തും അടിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണടിച്ചു കഴിഞ്ഞാൽ പാമ്പുകളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. പാമ്പ് ആ ഭാഗത്തേക്കേ വരില്ല ട്ടാ. നമ്മളുടെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ എല്ലാവരും ചോദിച്ചു നിങ്ങൾ ഏത് മരുന്നാണ് ചെതലിന്റെ ഏത് മരുന്നാണ് അടിക്കണേ, ആ പേരൊന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചു. നമ്മൾ ചെതലിന് അടിക്കുന്ന മരുന്നാണ് ഇത് ട്ടാ. നമ്മൾക്ക് ഇത് കടകളിൽ ചോദിച്ചാൽ കിട്ടും ട്ടാ. അപ്പൊ നമ്മൾ ഇത് മേടിച്ച് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഈ പുല്ലിലും നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട് ട്ടോ. അതുകൊണ്ട് തന്നെ പാമ്പിന്റെ വലിയ കാര്യമായിട്ട് ശല്യമൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ തന്നെ നോക്കി നോക്കിയേ, ഈ ഇത്രയും കാട് പിടിച്ച് കിടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഒരു പാമ്പിനെ പോലും കണ്ടില്ല എന്ന് പറയണത് വലിയൊരു കാര്യല്ലേ. പക്ഷെ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പുല്ല് വെട്ടുമ്പോ എന്തായാലും വല്ല പാമ്പിനെയൊക്കെ കാണുന്നതാണ് ട്ടാ. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും ഉണ്ടായില്ല ട്ടാ. പിന്നെ നമ്മള് ഈ പുല്ല് നശിച്ചു പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ ഈ ചെതലിന്റെ മരുന്ന് കൂടുതൽ അടിച്ചു കൊടുക്കണത് കേട്ടാ. ഈ പുല്ല് മുഴുവൻ ചെതല് കട്ട് ചെയ്ത് കളയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചെതലിന്റെ മരുന്ന് കൂടുതൽ അടിച്ചു കൊടുക്കണത്. കുറെ സ്ഥലത്തൊക്കെ പുല്ല് നട്ടിട്ട് ചെതല് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഇവിടെ
10 കൊല്ലത്തോളായി നമ്മൾ ഈ പുല്ല് നട്ടിട്ട് ഇതുവരെയായിട്ടും നമ്മളുടെ പുല്ല് പോവാണ്ട് നിൽക്കുന്നതിന്റെ ഒരു കാരണം നമ്മൾ ഈ ചെതലിന്റെ മരുന്ന് ഇടയ്ക്ക് ഒന്ന് തെളിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇതില് ചെതല് വന്ന് കയറി നമ്മുടെ പുല്ല് നശിപ്പിച്ച് കളയാത്തത് കേട്ടാ. അപ്പൊ നമ്മുടെ പുല്ലുവെട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വെയിലാറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചെടികളൊന്നും എടുത്ത് കയറ്റി സെറ്റ് ചെയ്ത് വെക്കണല്ലോ. പുല്ലൊക്കെ വാരി കളയാനൊക്കെ ആയിട്ട് സഹായിച്ചു കേട്ടാ. നമ്മളുടെ ഈ കെട്ടിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കാറ്. അപ്പൊ ഈ പുല്ല് വേഗം നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ കൂടെ കയറി നമ്മുടെ ചെടികളെ കൂടുതൽ നശിപ്പിച്ച് കളയുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും പുല്ല് വെട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ അത് മേടിച്ച് സൈഡും വഴി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2 മടക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കൂട്ടോ. എന്നിട്ടാണ് നമ്മൾ അതിന്റെ മുകളിലേക്ക് ഈ ചെടിച്ചട്ടികൾ കയറ്റി വെക്കുക. അപ്പൊ നമ്മളുടെ ആ പുല്ല് അതിന്റെ അടിയിൽ കൂടെ പെട്ടെന്ന് തന്നെ അങ്ങനെ കേറില്ല. പിന്നെ അത് ദ്രവിച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ അടുത്തത് വെട്ടാറാവും. അങ്ങനെയാണ് ഞങ്ങൾ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പൊ നമ്മൾ 2 സൈഡിലായിട്ടാണ് നമ്മുടെ ചെടിച്ചട്ടികൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. പുല്ല് വെട്ടാനൊക്കെ എളുപ്പമാണ്. പക്ഷെ നമ്മളുടെ പുല്ല് വെട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ ഭാഗം മുഴുവൻ പുല്ല് ആകെ തെറിച്ചിട്ടുണ്ടാവും. നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉള്ളിലും റോട്ടിലും മുറ്റത്തും ഒക്കെ പുല്ലിന്റെ കളിയാവും. പിന്നെ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയണത് വലിയൊരു പണി തന്നെയാണ് കേട്ടാ. അപ്പൊ നമ്മളുടെ ചെടിച്ചട്ടി ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി വെച്ചത് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു. ആ പുല്ലൊക്കെ വാരിക്കളഞ്ഞ് പിന്നെ അത്യാവശ്യം പുല്ലുകൾ മുളച്ചിട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞ് സെറ്റ് ചെയ്തെടുത്തു. അപ്പൊ ദേ നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പുല്ല് വെട്ടിയിട്ടുള്ളിടത്ത് മുഴുവൻ ഈ പുല്ല് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പുല്ലില് വേഗം ചെതല് കയറും. അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന അത്രയും നമ്മൾ ആ പുല്ലിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ പുല്ല് അടിച്ചു മാറ്റി കളയണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെതല് ഓടി കയറും ട്ടാ. കുറച്ചു നേരമൊക്കെ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ മോൻ വന്നിട്ട് അടിച്ചു വാരി തരാം അമ്മയെന്നും പറഞ്ഞിട്ട് അവനാണ് ട്ടാ പിന്നെ റോഡ് സൈഡൊക്കെ അടിച്ചു വാരി തന്നത്. അപ്പത്തേക്കും ഞാൻ ഏട്ടനും കൂടി ഇപ്പുറത്തെ സൈഡിലെ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പത്തേക്കും ഒരുപാട് സന്ധ്യ ആവാറായി. അപ്പൊ നമ്മളുടെ ഏകദേശം സെറ്റിങ്ങിന്റെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ട്ടാ. പുല്ല് മുഴുവൻ നമ്മൾ മെഷീൻ വെച്ച് അടിച്ചു കളഞ്ഞപ്പോ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, അയ്യോ ഈ പുല്ല് മുഴുവൻ കരിഞ്ഞു പോയില്ലേ, ഇനി ഇത് തളിർക്ക് വരുമോ എന്നുള്ളത് ട്ടാ. ഇതിലെ പോണവര് മുഴുവൻ ചോദിക്കായിരുന്നു, ഇനി ഇത് തളിർത്ത് വരുമോ, എന്തിനിത് വെട്ടിക്കളഞ്ഞെന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷെ പുല്ല് കരിഞ്ഞൊന്നും പോവില്ല. അതൊരു 3-4 ആഴ്ചക്കുള്ളില് പഴയ പോലെ നല്ല ഭംഗിയായിട്ട് മുളച്ചു വരും ട്ടാ. പുല്ല് മുളച്ചു വന്നു കഴിയുമ്പോ ഞാൻ ഇനി ഒരു വീഡിയോ ഇടാട്ടാ. പിന്നെ നമ്മൾ ഈ പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ചെതലിന്റെ മരുന്ന് അടിച്ചു കൊടുക്കണം. എങ്ങനെ നമ്മൾ അടിച്ചു വാരിയാലും ഈ പുല്ലിന്റെ ഒരു അംശം ആ പുല്ലില് കിടക്കുന്നുണ്ടാവും. അപ്പൊ അത് ചെതൽ ഓടി കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെതലിന്റെ മരുന്ന് അടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മളുടെ ഗാർഡൻ സെറ്റിങ്ങിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. ഇതിനേക്കാളും നല്ല ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെടികളൊന്നും വലിയ കാര്യമായിട്ട് നോക്കാൻ സമയം കിട്ടാത്തത് കാരണം ചെടികളൊക്കെ ഏകദേശം പോയിട്ടാ ഉള്ള കാര്യം പറയാലോ. ഇതുപോലെയൊന്നും അല്ലായിരുന്നു, നല്ല അടിപൊളി ചെടിത്തോട്ടമൊക്കെ ആയിരുന്നു എൻ്റെ. ഈ ചെടികൾ ഒരുപാട് ഇഷ്ടമുള്ളവര് എവിടെ പോയാലും ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ ഒരു ചെടി തരുമോ എന്ന് ചോദിക്കാത്തവരുണ്ടാവില്ല ട്ടാ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.